നമ്മൾ ഇനി തിരിച്ചങ്ങോട്ട് പോകില്ലല്ലോ. അപ്പോൾ എന്തായാലും നമ്മളെ വീടിൻ്റെ ഒരു ഹോം ടൂർ കൂടി കാണിച്ചു തരാം. ബാക്ക് ടു എല്ലാം ഇവിടെ തന്നെ ഒക്കെ റീഅറേഞ്ച് ചെയ്ത് വെക്കുന്ന തിരക്കിലാണ് കേട്ടോ. ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോഴേ നമ്മളുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ അങ്ങനെ തിരിച്ചു പോയി. അപ്പോൾ നമ്മൾ തൽക്കാലം റെൻറ്റിനെടുത്തിരുന്ന നമ്മുടെ വീട് ഇപ്പോഴും ആ വീഡിയോസ് കാണുമ്പം പുതിയ കൂട്ടരൊക്കെ ഇങ്ങനെ ചോദിക്കൂട്ടോ ഈ വീട് ഏതാണെന്നൊക്കെ. അപ്പം എന്താ വെച്ചാൽ നമ്മൾ നാട്ടിലേക്ക് വരുമ്പോൾ ഞാൻ ഇവിടെയാണല്ലോ, എൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ കുട്ടികൾ ഇവിടെ സ്കൂളിൽ പഠിക്കുന്നത്. അപ്പോൾ അത് കംഫർട്ട് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മളിവിടെ റെൻ്റൽ ഹോം എടുത്തതാണ് 2 മാസത്തേക്ക്. അപ്പോൾ അങ്ങനെ 2 മാസം കഴിഞ്ഞ് തിരിച്ചു പോയി. അപ്പോൾ നമ്മളെ വീട് എന്താ ചെയ്തതൊക്കെ എല്ലാവരും ചോദിക്കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ തിരിച്ച് നമ്മളെ പട്ടാമ്പി വീട്ടിലേക്ക് തന്നെ വന്നു. വീട് വെക്കേറ്റ് ചെയ്തു. കാരണം സംഗതി 2 മാസത്തേക്കാണെങ്കിൽ അത്യാവശ്യം നമ്മളുടെ സാധനങ്ങളെല്ലാം നമ്മൾ കൊണ്ടുപോകും. പ്രത്യേകിച്ച് എനിക്ക് ഡ്രസ്സാണെങ്കിൽ ഇങ്ങനെ നമുക്ക് ഒരു ഷൂട്ടും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് ഡ്രസ്സുകളൊക്കെ എല്ലാം അവിടെ ആയിരുന്നു. ഇപ്പോൾ ഞാൻ വന്ന ഡ്രസ്സുകളൊക്കെ ഒരുവിധം എല്ലാം വാഷ് ചെയ്യാൻ ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ വാഷ് ചെയ്ത് ഇതെങ്ങനെ ബാക്ക് ടു എല്ലാം ഇവിടെ തന്നെ ഒക്കെ റീഅറേഞ്ച് ചെയ്ത് വെക്കണ തിരക്കിലാണ് കേട്ടോ. ഞാൻ തിരിച്ചു വന്നപ്പം ഞാൻ മുന്നേ പറഞ്ഞില്ല, എനിക്ക് നല്ല ചുമയും പനിയും ഒക്കെ ആയിരുന്നു. പനി മാറിയിട്ടുണ്ടായിരുന്നു, നല്ല കഫക്കെട്ടും ചുമയൊക്കെ ആയിരുന്നു. അപ്പോൾ സാധനങ്ങളൊന്നും തിരിച്ചു വെക്കാനൊന്നുള്ള എനർജി ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പോയിട്ട് 2 ആഴ്ച അവരായിട്ടോ. വീടിടാൻ കുറച്ച് ലേറ്റ് ആയതാണ് വയ്യാത്തതുകൊണ്ട്. അപ്പോൾ സാധനങ്ങളൊക്കെ ഇങ്ങനെ ബാക്ക് ടു ബാക്ക് ആയിട്ട് ഓരോന്നായിട്ട് റീഅറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡ്രസ്സുകളാണല്ലോ നമുക്ക് മെയിൻ. അപ്പോൾ ഡ്രസ്സുകളൊക്കെ ആദ്യം വാഷ് ചെയ്യാനുള്ളതൊക്കെ വാഷ് ചെയ്തു. ബാക്കിയൊക്കെ ഇങ്ങനെ വെക്കട്ടെ. പിന്നെ നമ്മുടെ വീടിൻ്റെ കാര്യം എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു, വീട് എന്താ ചെയ്തത്, വീട് വെക്കേറ്റ് ചെയ്തു എന്നൊക്കെ. പിന്നെ ഞാൻ ലാസ്റ്റ് ആയപ്പോൾ എനിക്ക് വയ്യാൻ പറഞ്ഞില്ല. ലാസ്റ്റത്തെ ഒരു വീക്ക് എനിക്ക് വയ്യായിരുന്നു. അപ്പം നമ്മുടെ വീട് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാം, ഞാൻ ആശുപത്രിയിലൊക്കെ പോയിട്ടാണ് പിന്നെ വന്നത്. അപ്പോൾ ആ ഒരാഴ്ചയായിട്ട് നമ്മൾ വീട് ക്ലീൻ ഒന്നും ചെയ്യണ്ടായിരുന്നില്ല. എന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും യാത്രകൾ പോകാനും കുറേ ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് നമ്മൾ ട്രിപ്പൊക്കെ പോയത് ആ സമയത്ത്. അപ്പോൾ അങ്ങനെ മൊത്തം ഒരാഴ്ചയായിട്ട് വീടൊന്നും ക്ലീൻ ആക്കി ഉണ്ടായിരുന്നില്ല. പിന്നെ ഡ്രസ്സുകൾ മര്യാദയ്ക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ആകെ മെസ്സായി കിടക്കായിരുന്നു കേട്ടോ അവിടെ. അപ്പം എനിക്ക് വെക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇമ്മച്ചും പറഞ്ഞത് ഞാനും വരാം, നമുക്ക് എന്നിട്ട് ക്ലീൻ ആക്കിയിട്ട് അങ്ങനെ വെക്കേറ്റ് ചെയ്യാന്നൊക്കെ. പക്ഷെ എനിക്കും വയ്യ. പിന്നെ ഉമ്മാക്കും കുഞ്ഞു ചുമയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇത് വീട് തിരിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ എത്രയായാലും ക്ലീൻ ആക്കി കൊടുക്കേണ്ടത്. അപ്പം അങ്ങനെ എന്തായാലും വിചാരിച്ച പോലെ തന്നെ വീട് നല്ല ക്ലീൻ ആക്കി കുട്ടപ്പനായിട്ട് തിരിച്ചു കൊടുക്കാൻ പറ്റി. അപ്പം അതാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷം കേട്ടോ. ഞാനിങ്ങനെ ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ട് വീട് വൃത്തിയാക്കണേ, ഇങ്ങനെ വീട് മാത്രമല്ല ഓഫീസ് സ്ഥാപനങ്ങൾ അങ്ങനെയുള്ളതൊക്കെ ഡീപ്പ് ക്ലീൻ ചെയ്ത് കൊടുക്കുന്ന ഓരോ ടീമുകളെ പറ്റിയിട്ടൊക്കെ ഓരോ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് അങ്ങനെ ക്ലീനിങ്. ഞാൻ സെർച്ച് ചെയ്തപ്പോൾ കുറേ എണ്ണം കണ്ടു. ഇങ്ങനെ എൻക്വയറി ചെയ്തപ്പോഴാണ് എനിക്ക് ഒരു ടീം ഭയങ്കര അടിപൊളിയായിട്ട് തോന്നി, വർക്കൊക്കെ നല്ല സൂപ്പറാണെന്ന് തോന്നി. അപ്പോൾ എന്തായാലും ഞാൻ അവരെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മളെ വീടൊന്ന് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്ത് കുട്ടപ്പനാക്കി എടുക്കാൻ എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചിട്ട്. അവരുടെ ആ കാര്യങ്ങളൊക്കെ കേട്ടപ്പോഴേ എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നി കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു ടീമിനെ കൊണ്ടാണ് നമ്മളിപ്പോൾ നമ്മൾ റെന്റൽ ഹോം ക്ലീൻ ആക്കി. ഒരു വീടിൻ്റെ മുക്കും മൂലയൊക്കെ ക്ലീൻ ആക്കണം കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാം എങ്ങനെയാണ് ആ വീട് ക്ലീൻ ആക്കി കുട്ടപ്പനാക്കിയത്. അതുപോലെ ആ വീടിൻ്റെ ഹോം ടൂർ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇനി തിരിച്ചങ്ങോട്ട് പോകില്ലല്ലോ. അപ്പോൾ എന്തായാലും നമ്മളെ വീടിൻ്റെ ഒരു ഹോം ടൂർ കൂടി കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ വിശേഷം കേട്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച പോലെ പോയിട്ട് നെക്സ്റ്റ് ഡേ ആണ് ഞങ്ങൾ ഇങ്ങനെ പട്ടാമ്പിക്ക് വന്നത് കേട്ടോ. പട്ടാമ്പി വീട്ടിലേക്കല്ല, നമ്മൾ നേരെ അവിടെ റെന്റൽ ഹോമിലേക്കാണ് പോയത്. അന്ന് അവിടെ നിന്നിട്ട് പിറ്റേ ദിവസം മോർണിംഗ് കുട്ടികളെ സ്കൂളിൽ വിട്ടിട്ട് പട്ടാമ്പി വീട്ടിൽ പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ സത്യം പറഞ്ഞാൽ വീട്ടിലേക്ക് കയറാന്നുണ്ട് തോന്നുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും അങ്ങനെ നിൽക്കൽ എന്തായാലും നടക്കില്ല. അപ്പോൾ എന്തായാലും കുട്ടികളുടെ യൂണിഫോമും ബാഗും ഒക്കെ എടുത്തിട്ട് നമ്മൾ പട്ടാമ്പി വീട്ടിലേക്ക് പോയി. എന്നിട്ട് പിന്നെ നെക്സ്റ്റ് ഡേ വന്നില്ല. എനിക്ക് നല്ല ചുമയല്ലായിരുന്നു ആ സമയത്തൊക്കെ. ഇപ്പോഴും ചുമയൊക്കെ മാറി, പക്ഷെ സൗണ്ട് തിരിച്ചു കിട്ടിയിട്ടില്ല. അപ്പം അങ്ങനെ ഒരു ദിവസം കൂടി കഴിഞ്ഞിട്ടാണ് നമ്മൾ വന്നത് സാധനങ്ങളൊക്കെ എടുക്കാനും ഒക്കെ വേണ്ടിയിട്ട് കേട്ടോ. സാധനങ്ങളെന്ന് പറഞ്ഞല്ലോ ഒരുപാട് തുണികളും കിച്ചണിലും പിന്നെ നമ്മളെ കുറച്ച് ഫർണിച്ചേഴ്സും എല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ ആദ്യം ഞാനും ഉമ്മച്ചിയും ഉണ്ണിമോനും കൂടി വന്ന്. അപ്പം ഞങ്ങൾ ഡ്രസ്സുകളെല്ലാം പാക്ക് ചെയ്തു, പിന്നെ കിച്ചണിൻ്റെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തു. സത്യം പറയാണല്ലോ ഇതൊരു ഭയങ്കര റിസ്ക് പിടിച്ച കാര്യം തന്നെയായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് 2 മാസത്തേക്ക് ആവുകൊണ്ടേ. ഇപ്പം ഒരു 6 months അല്ലെങ്കിൽ 1 year ഒക്കെ ആണെങ്കിൽ നമുക്ക് അത്യാവശ്യം സമയമുണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷിഫ്റ്റ് ചെയ്യുന്നൊരു കാര്യമുണ്ട്. പക്ഷേ ഇതെന്താ പറയുക, 2 മാസമൊക്കെ ഇപ്പോൾ പറയുമ്പോഴത്തേനും തീരും. അപ്പം എഫേർട്ട് ഭയങ്കരമാണെന്ന് തോന്നി. പ്രത്യേകിച്ച് ചിലപ്പോൾ എനിക്ക് വയ്യാത്തതുകൊണ്ടായിരിക്കും കേട്ടോ. ആ സമയത്ത് ഭയങ്കര ക്ഷീണമൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ ഷിഫ്റ്റിംഗ് ഒക്കെ ഒരു എക്സ്ട്രാ പണി പോലെയാണ് തോന്നി. അതുകൊണ്ട് ക്ലീൻ ചെയ്യാനൊന്നും ആലോചിക്കാൻ പോലും വയ്യ എനിക്ക് വീട് മുഴുവൻ ക്ലീൻ ചെയ്യാൻ. കാരണം
അന്ന് അത്രയും ടയേർഡായിരുന്നു. അതുകൊണ്ടൊക്കെ കൂടിയാണ് കേട്ടോ ഞാൻ നമ്മുടെ വീടൊക്കെ ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റിയൊരു ഗ്രൂപ്പിനെ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോഴാണ് ഇതാ നമ്മുടെ ഹോസോ ഇന്ത്യ അവരെ പരിചയപ്പെട്ടത് കേട്ടോ. 2021 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവർ ഏകദേശം 4 വർഷമായി. കാർ വാഷിംഗൊക്കെയാണ് ഇവരുടെ മെയിൻ. ഇപ്പോഴാണ് ഇതുപോലത്തെ ക്ലീനിങ്ങും സർവീസസ് ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങിയത് കേട്ടോ. കേരളത്തിൽ എല്ലായിടത്തും നമുക്ക് ഇവരുടെ സർവീസസ് അവൈലബിൾ ആവും കേട്ടോ. എസ്പെഷ്യലി കോഴിക്കോട്, കണ്ണൂർ, മലപ്പുറം, പാലക്കാടൊക്കെയാണ് ഇവർ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ കാർ വാഷ് റിലേറ്റഡ് ആണെങ്കിൽ കോഴിക്കോട്, മലപ്പുറം, എറണാകുളം, ബാംഗ്ലൂരിലൊക്കെ ഇവരുടെ സർവീസസ് അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ എനിക്ക് ഇവരുടെ സർവീസിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ഭയങ്കര എക്കോ ഫ്രണ്ട്ലി ആയിട്ടാണ് ക്ലീൻ ചെയ്യുന്നത് കേട്ടോ. അതായത് ഭാവിയിൽ നമുക്ക് ദോഷം വരുന്ന തരത്തിലുള്ള ആസിഡ്സും കെമിക്കൽസോ ഒന്നും യൂസ് ചെയ്യാണ്ട് പുതിയ പുതിയ എക്യുപ്മെന്റ്സ്, ഇപ്പോൾ കാർച്ചർ മെഷീൻ പോലെയുള്ള പുതിയ പുതിയ എക്യുപ്മെന്റ്സ് യൂസ് ചെയ്തിട്ടാണ് ഇവർ ക്ലീൻ ചെയ്യുന്നത്. ഇവരുടെ ഈ ഒരു ക്ലീനിങ് പ്രോസസ്സ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് കേട്ടോ. കാരണം നമ്മൾ ക്ലീൻ ചെയ്യുന്ന പോലെയല്ല, ഭയങ്കര ഡീപ്പായിട്ട് ഇപ്പം നമ്മുടെ കണ്ണെത്താത്ത മുക്കിലും മൂലയിലും ഒക്കെയുള്ള എല്ലാ പൊടികളും ഇവർ കണ്ടുപിടിച്ച് അതെല്ലാം തുടച്ചെടുക്കും. ഇപ്പം നമ്മളുടെ ജനൽ കമ്പികള്, വാതിലുകള്, അതിന്റെ ഹാൻഡിൽസ്, ഗ്രിൽസ്, അതിലുണ്ടാവുന്ന തുരുമ്പുകൾ വരെ, പിന്നെ ഹാൻഡ് റെയിലറുകള്, ബൾബ്, ഫാന്, മേശ, കസേര, കബോർഡ്സ്, മിററുകള്, കാർപ്പറ്റ്, സോഫ, എന്തൊക്കെയുണ്ടോ അതെല്ലാം ക്ലീൻ ആക്കും. എവിടെയെങ്കിലും സ്റ്റെയിനോ കാര്യങ്ങളോ ഒക്കെ അതൊക്കെ റിമൂവ് ചെയ്ത് നല്ല പുത്തനാക്കി തരും കേട്ടോ. പിന്നെ ഹോസോ ഇന്ത്യയിൽ നമ്മൾ കസ്റ്റമേഴ്സിന് അനുസൃതമായിട്ടുള്ള ഒരുപാട് പാക്കേജസും അവൈലബിൾ ആണ് കേട്ടോ. അതായത് ബേസിക് ക്ലീനിങ്, ഡീപ്പ് ക്ലീനിങ്, ഹവർലി ബേസിസ് പാക്കേജ്, വീക്ക്ലി ബേസിസ് പാക്കേജ്, ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട് തുടങ്ങി എല്ലാ തരത്തിലുള്ള പാക്കേജസും അവൈലബിൾ ആണ്. ഫ്ലാറ്റ്സ് ആയിക്കോട്ടെ, വില്ലകളായിക്കോട്ടെ, വീട്, റെസ്റ്റോറൻറ്റ്, ഓഫീസ്, ഷോപ്പ്, എന്തോ ആയിക്കോട്ടെ, എവിടെ വേണമെങ്കിലും നല്ല കിടലായിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ധൈര്യമായിട്ട് ഇവരെ ഏൽപ്പിക്കാം കേട്ടോ. കാരണം പ്രൊഫഷണലി ട്രെയിൻഡ് ടീംസ് ആണ് ഇവരുടെ കൂടെയുള്ളത്. ഇതുപോലത്തെ സർവീസസ് ഒക്കെ ചെയ്യുന്നത് ഇങ്ങനെ വീഡിയോസിലും റീൽസിലും ഒക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ സ്വന്തമായിട്ട് ചെയ്തപ്പോഴാണ് ഇത് എത്രമാത്രം നല്ലതാണെന്ന് മനസ്സിലായത്. കാരണം ഇപ്പം നമുക്ക് നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ, പിന്നെ അല്ലെങ്കിൽ ഇനി ഒരു ഫംഗ്ഷൻ കഴിഞ്ഞാലോ ഒക്കെ ഒന്ന് വീട് ഡീപ്പ് ക്ലീൻ ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിൽ ഇപ്പോഴാ ഇതുപോലത്തെ സർവീസസ് ഒക്കെ നമ്മുടെ നാട്ടിലും അവൈലബിൾ ആയി തുടങ്ങി. ശരിക്കും നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ ഇത്. നമ്മുടെ വീടിന്റെ സ്ക്വയർ ഫീറ്റ് അനുസരിച്ചും പിന്നെ എത്രമാത്രം വൃത്തിയാക്കാനുണ്ട് അതിനൊക്കെ അനുസരിച്ചാണ് ഇവർ വർക്കേഴ്സിനെ അറേഞ്ച് ചെയ്യുന്നത് കേട്ടോ. ഇപ്പം എത്ര വലിയ വീടാണെങ്കിലും സ്ഥാപനമാണെങ്കിലും അതെല്ലാം വൃത്തിയാക്കാൻ പാകത്തിനുള്ള വർക്കേഴ്സ് ആണെങ്കിലും എക്യുപ്മെന്റ്സ് ആണെങ്കിലും അതിനൊക്കെയുള്ള കപ്പാസിറ്റി ഇവർക്ക് ഉണ്ട് കേട്ടോ. ഇതുണ്ടല്ലേ നമ്മുടെ കിച്ചണിലും വർക്ക് ഏരിയയിലൊക്കെ കൗണ്ടർ ടോപ്പിലൊക്കെ ഇതുപോലെ ഒട്ടിപ്പിടിച്ചിട്ടുള്ള സ്റ്റെയിനുകൾ ഉണ്ടാവില്ലേ, ഈ ഗ്യാസ് സ്റ്റോവിന്റെയും മറ്റൊക്കെയുള്ള കറകളൊക്കെ അതെല്ലാം റിമൂവ് ചെയ്യാനാണ് ഇതുപോലെ സ്റ്റീം ചെയ്തിട്ടുള്ള ക്ലീനിങ് കേട്ടോ. ഇതിൽ നമ്മുടെ കിച്ചൺ നല്ല ഡീപ്പ് ക്ലീൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നമ്മളുടെ വീടിൻ്റെ ഇൻറ്റീരിയറോ എക്സ്റ്റീരിയറോ നമ്മുടെ വീടിൻ്റെ മുറ്റമോ ഇൻ്റർലോക്കോ എന്ത് വേണമെങ്കിലും ഡീപ്പ് ക്ലീൻ ചെയ്യാൻ നമുക്ക് നമ്മുടെ ഹോസോ ഇന്ത്യനെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പം ഇത് കണ്ടപ്പോൾ നമ്മുടെ പട്ടാമ്പി വീടും ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്യാൻ കൊതിയായി. അതുപോലെ ഇനി നമ്മുടെ കുഞ്ചൂസിൻ്റെ കല്യാണം വരുന്ന സമയത്ത് നമ്മുടെ മങ്കട വീടും ഇതുപോലെ ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യണം. അപ്പം അതിനൊക്കെ ഞാൻ ഇനി ഹോസോ ഇന്ത്യനാണ് കേട്ടോ കോൺടാക്ട് ചെയ്യുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾക്കും ഇതുപോലെ നിങ്ങളുടെ വീട് ഡീപ്പ് ക്ലീൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഹോസോ ഇന്ത്യനെ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. ഇവരുടെ നമ്പറും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഇവരെ മാസ്ക് ഇട്ടിട്ടാണ് ഈ രണ്ടുപേരെ ഞാൻ എടുത്തോണ്ട് മുഖം കണ്ടിട്ടില്ല. ഇവരാണ് നമ്മളെ വീട് കുട്ടപ്പന്മാരാക്കിയത് അല്ലേ? എന്തായിരുന്നു പേര്? അജ്നാസോ. തന്റെ പേരെന്താ? അൽത്താഫ്. അവർ രണ്ടുപേരും കൂടെയാണ് വീട് അടിപൊളിയാക്കിയത് അല്ലേ? താങ്ക് യു കേട്ടോ. അപ്പോൾ ഇത് ഞാൻ മുന്നേ എടുത്തു വെച്ചൊരു വീഡിയോ ആണ് കേട്ടോ. ഇങ്ങനെ ഹോം ടൂറായിട്ട് എടുത്തൊന്നുമല്ല. ഇനിയിപ്പോൾ എന്നാലും ഈ വീടിൻ്റെ ഒരു ലാസ്റ്റ് വീഡിയോ ആയിരിക്കുമല്ലോ. അപ്പോൾ ജസ്റ്റ് ഇതിൽ ഇടാമെന്ന് വിചാരിച്ചു. ഒരുപാട് പേര് കമൻസിൽ ഇങ്ങനെ ഇതിന് ഹോം ടൂർ ചെയ്യുമെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ ജസ്റ്റ് ഈ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതുപോലെ സിറ്റ് ഔട്ടിന് എൻ്റർ ചെയ്യുമ്പോൾ ഇതാ ഇങ്ങനൊരു ഹോളാണ് കേട്ടോ. ഇവിടെയുള്ള എല്ലാ സ്ഥലങ്ങളും ചെറിയ വീടാണെങ്കിലും ഭയങ്കര ബ്യൂട്ടിഫുൾ ആണെങ്കിലും LED ലൈറ്റ്സ് ഒക്കെ കൊടുത്ത് നല്ല ഭംഗി എല്ലായിടത്തും കാണാൻ. പിന്നെ ഇതുപോലെ ഒരുപാട് സ്റ്റോറേജ് സൗകര്യമുള്ളൊരു വീടാണ് കേട്ടോ. കുറേ ക്യാബിൻസും പിന്നെ ഇതാ ഈ ഹാളിൻ്റെ ഈ സൈഡിലായിട്ട് നമുക്കൊരു ബെഡ്റൂം വരുന്നുണ്ട്. അറ്റാച്ച്ഡ് ആണ്. ഇവിടെയുള്ള ഈ കട്ടിലൊക്കെ സ്റ്റോറേജ് ഉള്ളതാണ് കേട്ടോ. കബോർഡ്സിലാണെങ്കിലും ഒക്കെ നമ്മുടെ സാധനങ്ങൾ വെക്കാൻ ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട്. പിന്നെ ഉള്ളതെല്ലാം നല്ല ഭംഗിയിൽ ക്യൂട്ടായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അതെനിക്ക് ഈ വീടിൻ്റെ ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ.
അപ്പോൾ ഇവിടെ താഴെ ഇതുപോലൊരു സിറ്റ് ഔട്ട്, പിന്നെ ഹോള്, ഇതുപോലെ അറ്റാച്ച്ഡ് ബാത്റൂം, ഇവിടെ ഒരു വാഷ് ബേസിൻ്റെ ഏരിയ ഉണ്ട്, പിന്നെ കിച്ചണുമാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇതാ നേരെ മുകളിൽ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഹാൻഡ് റെയിലറും ഭയങ്കര രസമാണ് കേട്ടോ. ഇങ്ങനെ ഒരു ഗ്ലാസിൻ്റെ നേരെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഹോം തിയേറ്റർ ആണ് കേട്ടോ പിന്നെ ഉള്ളത്. പിന്നെ ഇതാ ഹോം തിയേറ്ററിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ബാത്റൂം ഉണ്ട്. ഒരു കോമൺ ബാത്റൂമാണ് കേട്ടോ. അത് റൂമിൽ നിന്ന് അറ്റാച്ച്ഡ് കൂടിയാണ്. ഓക്കെ, പിന്നെ ഈ റൂമിൽ നിന്നും നമുക്ക് പുറത്തേക്കൊരു ബാൽക്കണി കൂടി ഉണ്ട്. ഇതാണ് ബാൽക്കണി. നല്ല പ്രകൃതിരമണീയമായ കാഴ്ചകളും ഇത്രയാണ് ഈ വീട്ടിൽ ഉള്ളത് കേട്ടോ. ചെറുതാണെങ്കിലും ഭയങ്കര ക്യൂട്ടാണ്, ബ്യൂട്ടിഫുള്ളാണ്. അപ്പോൾ എന്നാലും ചിലപ്പോൾ ഈ വീടിൻ്റെ ലാസ്റ്റ് വീഡിയോ കൂടി ആയിരിക്കും. മിസ് ചെയ്യും. അങ്ങനെ നമ്മുടെ റെൻ്റൽ ഹോമൊക്കെ നല്ല വൃത്തിയാക്കി കൊടുത്തിട്ടുണ്ട്. നല്ലൊരു സർവീസ് ആയിരുന്നു കേട്ടോ. അവരുടെ വീട് മൊത്തം നല്ല ക്ലീൻ ആയിട്ടുണ്ടായിരുന്നു. എനിക്ക് അന്ന് നല്ല ചുമയൊന്നും ക്ലീൻ ചെയ്യേണ്ട ദിവസം, അതുകൊണ്ട് എനിക്ക് കംപ്ലീറ്റ് വീഡിയോ എടുക്കാൻ പറ്റില്ല. എന്താ പറയുക, എവിടെയും ഒരു പൊടി പോലും ഇല്ലാണ്ട് പുതുതായി ഉണ്ടാക്കുമ്പോൾ ഹോം എന്താ പറയുക, വീടിരിക്കുമ്പോൾ എങ്ങനെയായിരിക്കും അതുപോലെ അത്രയും ഡീപ്പ് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നൊരു സർവീസാണ് കേട്ടോ. നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ വിചാരിച്ചു നമ്മുടെ വീട്ടിൽ പെയിൻറ്റ് പൊടിയൊക്കെ നടക്കുക, അത് കഴിഞ്ഞിട്ട് നമ്മുടെ വീട് അതുപോലെ ഡീപ്പ് ക്ലീൻ ചെയ്യണം. നമ്മൾ എത്ര ക്ലീൻ ചെയ്താലും നമ്മൾ കാണാത്ത പൊടികളൊക്കെ അവിടെ ഇവിടെയും, പിന്നെ ഫാന്, ബൾബ്, അതുപോലെ ഉയരങ്ങളിലും റാക്കിലൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അതെല്ലാം ഡീപ്പ് ക്ലീൻ ചെയ്ത് തരും കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ പഠാൻ വീടും ഒന്ന് അതുപോലെ ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യണം ഇത് കുറച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ ഇപ്പോൾ ഡ്രസ്സുകളൊക്കെ ഒരുവിധം ക്ലീനാക്കി, ഇനിയും ഇവിടെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വെക്കാനുണ്ട്. അപ്പോൾ അത്ര സുഖമില്ലാത്തതുകൊണ്ടേ ഇങ്ങനെ ഹെൽത്തി ആയിട്ട് വരുന്നേ ഉള്ളൂ. അപ്പോൾ കുറച്ചായിട്ട് ജോലിയൊക്കെ ചെയ്യുന്നുള്ളൂ. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ വിശേഷം കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്കും ഇങ്ങനെ നമ്മുടെ ഫാമിലീസിനും നമ്മുടെ ഫ്രണ്ട്സിനും സജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റിയൊരു കാര്യമാണ്. അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതന്നെ ഇത്ര നന്നായിട്ട് ഇങ്ങനെ ഒരു സർവീസ് കിട്ടുന്നുള്ളത് ഇപ്പോഴാണ് അനുഭവിച്ചറിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. ഞാൻ തന്നെ ഒരുപാട് എൻ്റെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒരു സർവീസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ആവശ്യമുള്ള കൂട്ടുകാർക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, നമ്മൾ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും യൂസ്ഫുൾ ആവും. അപ്പോൾ എന്നാലും അത്രയേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ വീഡിയോയിലെ വിശേഷം. ഓക്കെ, അപ്പോൾ എല്ലാവരും ലൈക്ക് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ അടുത്ത വിശേഷം എന്തായാലും ഈ സാറ്റർഡേ സൺഡേ ആണ് വരുന്നത്. നമ്മൾ സുൽത്താൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. എല്ലാവർക്കും അതാണ് അറിയേണ്ടത്. സുൽത്താൻ ഞാൻ എപ്പോഴും കോൺടാക്ട് ചെയ്യാറുണ്ട്, പക്ഷേ നിങ്ങൾ കാണുന്നില്ലല്ലോ. കാണുന്നത് മാത്രമല്ല നിങ്ങൾക്ക് അറിയുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ പോയിട്ട് എന്തായാലും വീഡിയോ എടുക്കുന്നതാണ്. അപ്പം സുൽത്താൻ്റെ വീട്ടിലേക്ക് പോകണം, സൺഡേ ഷൈത്താൻ്റെ വീട്ടിലേക്ക് പോകണം. ഓക്കെ, അതൊക്കെയാണ് ശനി ഞായറത്തെ പരിപാടിയിട്ട്. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും. ബാക്കി ക്ലീനിങ് ചെയ്യട്ടെ.